ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 18/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഒരു വലിയ സാമ്രാജ്യം, അതായത് ഒരു അതിമനോഹരമായ രാജധാനി, തികച്ചും രഹസ്യമായി പടുത്തുയർത്തുന്നത് നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അതൊരു വലിയ സങ്കല്പം തന്നെയാണ് ശരിക്കും. അതെ, നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം ഇതൊന്നും അറിയുന്നില്ല. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കുപോലും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. എന്നാൽ നിങ്ങളാകട്ടെ ആ വലിയ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്ന ഈ ആഴത്തിലുള്ള പഠനത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇതാണ്. തീർച്ചയായും. ഇന്നത്തെ മുരളിയുടെ പ്രധാന ഹെഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. നാം ഈശ്വരീയ പരിവാരത്തിലേതാണെന്ന ആത്മീയ ലഹരിയിൽ എപ്പോഴും ഇരിക്കണം. നമ്മൾ വളരെ ഗുപ്തമായി, അതായത് തികച്ചും രഹസ്യമായി നമ്മുടെ പുതിയ ദൈവീക രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത നൽകുന്ന ലഹരി വളരെ വളവരുടല്ലോ. ഈ ലോകം മുഴുവൻ അശാന്തിയിലും പ്രതിസന്ധികളിലും ഒഴുകുമ്പോൾ ഈ പഴയ ലോകത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ബാബയുടെ നിർദ്ദേശപ്രകാരം വളരെ ശാന്തമായി ഒരു പുതിയ ലോകം സൃഷ്ടിക്കപ്പെടുന്ന പ്രക്രിയയുടെ ശില്പികളാണ് നമ്മൾ എന്ന് തിരിച്ചറിയുന്നത്, അത് നമ്മുടെ ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസം നിറയ്ക്കും. അതെ അതെ, അതാണ് ബാബ ഇന്നത്തെ മുരളിയിലൂടെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ശരിയാണ്. ഈ ആത്മീയ ലഹരിയെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പറയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു സംശയം ചോദിക്കട്ടെ. ദിവസം മുഴുവൻ എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാമെന്നതിനെക്കുറിച്ച് ബാബ ഇന്നത്തെ മുരളിയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ നമ്മളെ കേൾക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം രാവിലത്തെ ഒരു ഉന്മേഷം ഉച്ചയാകുമ്പോഴേക്കും നഷ്ടപ്പെടും. വൈകുന്നേരമാകുമ്പോഴേക്കും പൂർണ്ണമായും തളർന്നിട്ടുണ്ടാകും. അപ്പോൾ ദിവസം മുഴുവൻ ഒരേപോലെ സന്തോഷത്തോടെ ഇരിക്കുക എന്നത് പ്രായോഗികമായി സാധ്യമാണോ? ഇതൊരു അമിത പ്രതീക്ഷയല്ലേ? ഒറ്റനോട്ടത്തിൽ അങ്ങനെ തോന്നാം. എന്നാൽ അതിനുള്ള വളരെ ശാസ്ത്രീയമായ ആത്മീയമായ ഒരു വഴിയാണ് ബാബ പറഞ്ഞു തരുന്നത്. ബാബ പറയുന്നു, ഇതിനുള്ള പ്രധാന വഴിയെന്നത് അതിരാവിലെ, അതായത് അമൃതവേളയിൽ എഴുന്നേറ്റ് അച്ഛനുമായി മധുരമായി സംസാരിക്കുക എന്നതാണ്. പിന്നെ വിചാരസാഗരമഥനം ചെയ്യണം. ഒരു നിമിഷം നിൽക്കൂ. എന്തുകൊണ്ടാണ് ഈ അമൃതവേളയ്ക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? ബാക്കി സമയങ്ങളിൽ ഈ വിചാരസാഗരമഥനം ചെയ്യാൻ പാടില്ലേ? ബാക്കി സമയങ്ങളിലും ചെയ്യാം. എന്നാൽ അമൃതവേളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയമാണത്. ബാഹ്യമായ ശബ്ദങ്ങളോ ആന്തരികമായ കോലാഹലങ്ങളോ ഇല്ലാത്ത തികച്ചും ശാന്തമായ സമയം. ആ സമയത്ത് നിങ്ങൾ ഉണർന്നിരുന്ന് സ്വയം ചിന്തിക്കണം, ഞാനിപ്പോൾ ഏതു കുടുംബത്തിലേതാണ്, എന്റെ കർത്തവ്യം എന്താണ്. അതായത് കുടുംബങ്ങളെക്കുറിച്ചുള്ള ചിന്ത. അതെ. ഇവിടെ ബാബ രണ്ടു തരം കുടുംബങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ വ്യത്യാസം കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ലൗകിക കുടുംബം. അതിൽ അച്ഛനും അമ്മയും കുട്ടികളുമൊക്കെയുണ്ട്. പക്ഷെ അത് വളരെ പരിധിയുള്ളതാണ്. അവിടെ ദുഃഖവും പ്രതീക്ഷകളും കൂടുതലാണ്. എന്നാൽ രണ്ടാമത്തേത് ഈശ്വരീയ കുടുംബമാണ്. അത് പരിധിയില്ലാത്തതാണ്. മനസ്സിലായി. അതായത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ പഠിക്കുന്ന ലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കളും ഉൾപ്പെടുന്ന വലിയ കുടുംബം അല്ലേ? ഞാൻ നേരിട്ട് പരമാത്മാവായ ബാബയുടെ രചനയാണെന്ന് തിരിച്ചറിയുമ്പോൾ, ആ വലിയ കുടുംബത്തിന്റെ ഭാഗമാണ് ഞാൻ എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ആത്മീയ ലഹരി, അതാണോ നമ്മളെ ദിവസം മുഴുവൻ നിലനിർത്തുന്നത്? കൃത്യമായി. നിങ്ങൾ നേരിട്ട് ദൈവത്തിന്റെ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണ് എന്ന ബോധ്യം നിങ്ങളിൽ ഉറയ്ക്കുമ്പോഴാണ് ഈ സന്തോഷം സ്ഥിരമാകുന്നത്. ഇതിനെ വിശദീകരിക്കാൻ ബാബ വളരെ ലളിതവും എന്ന മനോഹരമായൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത്, പഴയ വീട് മാറി പുതിയ വീട് പണിയുമ്പോൾ നമ്മുടെ മനസ്സിന് സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച്. ആ ഉദാഹരണം. അതായത് നമ്മൾ താമസിക്കുന്ന പഴയ വീട് ജീർണിച്ചു തുടങ്ങുമ്പോൾ നാം പുതിയൊരു വീട് പണിയാൻ തുടങ്ങും. പുതിയ വീടിന്റെ പണി പൂർത്തിയാകും തോറും സ്വാഭാവികമായും നമ്മുടെ മനസ്സ് പുതിയ വീട്ടിലായിരിക്കും അല്ലേ? പഴയ വീട്ടില് ഇനി വലിയ അറ്റകുറ്റപ്പണികൾക്കൊന്നും നാം മിനക്കെടില്ല. അതെ, യുക്തി തന്നെയാണ് ബാബ ഇവിടെ നമ്മുടെ ജീവിതത്തോട് ബന്ധിപ്പിക്കുന്നത്. ഈ പഴയ ലോകം, ഈ പഴയ ദേഹം എല്ലാം ആ പഴയ വീട് പോലെയാണ്. അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മളിപ്പോൾ ബാബയുടെ കൂടെയിരുന്ന് ഭാവിയിലേക്കുള്ള, അതായത് സത്യയുഗത്തിലേക്കുള്ള പുതിയ ദൈവീക രാജധാനി നിർമ്മിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ പുതിയ നിർമ്മാണത്തിലായിരിക്കണം. ശരിയാണ്. നിങ്ങളുടെ ബുദ്ധി ആ പുതിയ ലോകത്തിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും ഈ പഴയ ലോകത്തിലെ പ്രതിസന്ധികളോ അവമാനങ്ങളോ നിങ്ങളെ ബാധിക്കില്ല. ആ പുതിയ ലോകത്തിലേക്കുള്ള മാനസികമായ മാറ്റമാണ് നിങ്ങളുടെ സന്തോഷം നിലനിർത്തുന്നതിന്റെ രഹസ്യമെന്ന് ബാബ പറയുന്നു. വളരെ വ്യക്തമായൊരു ചിത്രമാണത്.
പഴയ വീടിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ പുതിയ വീടിന്റെ പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി എനിക്ക് എപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന, ഒരുപക്ഷെ ഇത് കേൾക്കുന്ന പലർക്കും സംശയമുള്ളൊരു കാര്യത്തിലേക്ക് വരാം. ഈ അച്ഛന്മാരെക്കുറിച്ചുള്ള സങ്കല്പം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ മുരളിയില് ബാബ പറയുന്നുണ്ട്, സംഗമയുഗത്തില് നിങ്ങൾക്ക് 3 അച്ഛന്മാരുണ്ടെന്ന്. ഭക്തിമാർഗത്തിൽ നാം എപ്പോഴും കേട്ടിട്ടുള്ളത് നമുക്കൊരു ലൗകിക അച്ഛനുണ്ട്, പിന്നെ മുകളിലിരിക്കുന്ന ഒരു പരമപിതാവും ഉണ്ടെന്നാണ്. പെട്ടെന്ന് ഈ 3 അച്ഛന്മാരെന്ന് പറയുന്നത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നില്ലേ? ഒരാത്മാവ് ഒരേ സമയം 3 അച്ഛന്മാരുമായി എങ്ങനെയാണ് ബന്ധം പുലർത്തുക? ഇതൊരു വളരെ സ്വാഭാവികമായ ചോദ്യമാണ്. ഇവിടെയാണ് സംഗമയുഗം അഥവാ ഈ മാറ്റത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകത നാം മനസ്സിലാക്കേണ്ടത്. ബാബ പറയുന്നു, സത്യയുഗത്തിൽ നിങ്ങൾക്ക് ഒരച്ഛനേ ഉള്ളൂ, ലൗകിക അച്ഛൻ മാത്രം. ഭക്തിമാർഗത്തിൽ നിങ്ങൾക്ക് 2 അച്ഛന്മാരുണ്ട്, ലൗകിക അച്ഛനും പിന്നെ സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പരമപിതാവും. എന്നാൽ ഇപ്പോൾ ഈ സംഗമയുഗത്തിൽ നിങ്ങൾക്ക് 3 അച്ഛന്മാരുണ്ടെന്ന് ബാബ ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തേത് നിങ്ങളുടെ ലൗകിക അച്ഛൻ, രണ്ടാമത്തേത് പ്രജാപിതാ ബ്രഹ്മാവ്, മൂന്നാമത്തേത് സർവാത്മാക്കളുടെയും പിതാവായ ശിവബാബ. ഇതിൽ പ്രജാപിതാ ബ്രഹ്മാവിന്റെ റോളാണ് എനിക്ക് കൃത്യമായി മനസ്സിലാകാത്തത്. ബാബ അദ്ദേഹത്തെ 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാക്കിയ മുതുമുത്തച്ഛൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബ്രഹ്മാവിന് ഇത്രയും വലിയൊരു സ്ഥാനം? കാരണം വളരെ ലളിതമാണ്. സർവവ്യാപിയോ രൂപമില്ലാത്തവനോ ആയ പരമാത്മാവിന് ഈ ജ്ഞാനം മനുഷ്യർക്ക് നൽകണമെങ്കിൽ ഒരു മാധ്യമം ആവശ്യമാണ്. ആ മാധ്യമമാണ് പ്രജാപിതാ ബ്രഹ്മാവ്. അദ്വൈതത്തിലൂടെയാണ് ശിവബാബ ഈ പുതിയ സൃഷ്ടി രചിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മുതുമുത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ ബാബ വളരെ കർശനമായൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങൾ ഈ വ്യത്യാസം വളരെ സൂക്ഷ്മമായി മനസ്സിലാക്കണം. എന്താ പറയാ, എന്തു മുന്നറിയിപ്പാണ്? ബ്രഹ്മാവിനെയാണോ നമ്മൾ കൂടുതലായി ഓർമ്മിക്കേണ്ടത്? അല്ല, അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ശിവബാബയാണ് സദ്ഗതി നൽകുന്നതെന്ന് ബാബ തീർത്തു പറയുന്നു. ബ്രഹ്മാവിനെ ഓർമ്മിച്ചാൽ ഒരിക്കലും വികർമ്മങ്ങൾ, അതായത് നമ്മുടെ പാപങ്ങൾ നശിക്കില്ല എന്ന് ബാബ വ്യക്തമാക്കുന്നു. ഓ, അതൊരു പുതിയ അറിവാണ്. അതെന്തുകൊണ്ടാണങ്ങനെ? കാരണം എന്താണെന്ന് വെച്ചാൽ, ബ്രഹ്മാവും നമ്മളെപ്പോലെ തന്നെ ജനന-മരണ ചക്രത്തിൽപ്പെട്ട 84 ജന്മങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ആത്മാവാണ്. പാപങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ ജനനമരണങ്ങൾക്കതീതമായ സദ്ഗതി ദാതാവായ ഒരേയൊരു ശിവബാബയെ മാത്രമേ ഓർമ്മിക്കാവൂ. ബ്രഹ്മാവ് കേവലം ഒരു മാധ്യമം മാത്രമാണ്. അതൊരു വലിയ തിരിച്ചറിവാണ്. ദേഹധാരികളായ ആരെ ഓർമ്മിച്ചാലും നമ്മുടെ ഭാരം കുറയില്ല എന്ന് സാരം. ഇനി ഈ 84 ജന്മങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ബാബ ഇവിടെ നമ്മളെ, അതായത് ഈ ജ്ഞാനം കേൾക്കുന്ന ശ്രോതാക്കളെ സുദർശന ചക്രധാരി എന്ന് വിളിക്കുന്നുണ്ടല്ലോ? അതെ, വിളിക്കുന്നുണ്ട്. പുരാണങ്ങളിൽ വിഷ്ണുവിന്റെ കയ്യിലുള്ള ശത്രുക്കളുടെ തല വെട്ടുന്ന ഒരു ആയുധമായിട്ടാണല്ലോ നാം സുദർശന ചക്രത്തെ കണ്ടിട്ടുള്ളത്. ഇതിനെ ബാബ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? അതാണ് ഭക്തിയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. ഭക്തിമാർഗത്തിൽ ആളുകൾ അതൊരായുധമായി സങ്കല്പിച്ച് കഥകളുണ്ടാക്കി. എന്നാൽ യഥാർത്ഥത്തിൽ അതെന്താണെന്ന് ബാബ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. സ്വദർശന ചക്രം എന്ന് പറഞ്ഞാൽ സ്വന്തം ആത്മാവിനെ ദർശിക്കുക എന്നാണ്. അല്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല. തീർച്ചയായുമല്ല. ഒപ്പം ആത്മാവ് സത്യയുഗം മുതൽ കലിയുഗം വരെയുള്ള 84 ജന്മങ്ങളുടെ സൃഷ്ടിചക്രത്തിലൂടെ എങ്ങനെയാണ് കടന്നുപോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനം ഓർമ്മിക്കുക എന്നതാണ് ശരിയായ സ്വദർശന ചക്രം. അതായത് ഈ ലോകചക്രം എങ്ങനെ കറങ്ങുന്നു എന്നുള്ള ആന്തരികമായ അറിവാണ് യഥാർത്ഥ ചക്രം, അല്ലേ? അത് അജ്ഞാനത്തിന്റെ തലയാണ് വെട്ടിമാറ്റുന്നത്, അല്ലാതെ മനുഷ്യരുടേതല്ല. അതെ, വളരെ രസകരമായൊരു കാര്യം ബാബ പറയുന്നുണ്ട്. ഈ ജ്ഞാനം സത്യയുഗത്തിലെ ദേവതമാരായ വിഷ്ണുവിനോ ലക്ഷ്മിനാരായണനോ പോലും അറിയില്ല എന്നതാണ് സത്യം. സത്യമായിട്ടും അവർക്ക് പോലും അറിയില്ലേ? ഇല്ല. ഇപ്പോൾ ഈ സംഗമയുഗത്തിൽ ശിവബാബയിലൂടെ നിങ്ങൾക്ക് മാത്രമേ ഈ അറിവ് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളാണ് യഥാർത്ഥ സ്വദർശന ചക്രധാരികൾ. ഈ ജ്ഞാനം ലഭിക്കുമ്പോഴാണ് ഒരു ആത്മാവ് രൂപ് ബസന്ത് ആയി മാറുന്നത് എന്ന് ബാബ പറയുന്നു. രൂപ് ബസന്ത് അതെന്താണ് അർത്ഥമാക്കുന്നത്? ബാബ ജ്ഞാനസാഗരനാണ്. ബാബയിൽ നിന്നും ലഭിക്കുന്ന ഈ അറിവിന്റെ ഓരോ പോയിന്റുകളും ലക്ഷങ്ങൾ വിലമതിക്കുന്ന രത്നങ്ങളാണ്. ആ ജ്ഞാനരത്നങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ഉൾക്കൊള്ളുകയും
അത് സ്വന്തം ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നവരെയാണ് ബാബ രൂപ് ബസന്ത് എന്ന് വിളിക്കുന്നത്. അവരിൽ നിന്ന് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമേ പുറത്തുവരൂ. കേൾക്കുമ്പോൾ വളരെ പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണിവ. രഹസ്യമായി രാജധാനി പണിയുക, 84 ജന്മങ്ങളുടെ അറിവ് നേടുക എന്നൊക്കെ. എന്നാൽ ഈ സാമ്രാജ്യം പണിയുന്നതിനിടയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ചില ആന്തരിക ഭീഷണികളുണ്ടല്ലോ. മായയുടെ രൂപത്തിൽ വരുന്ന തടസ്സങ്ങൾ. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ബാബ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ധ്യാനത്തിലും സാക്ഷാത്കാരത്തിലുമുള്ള ഭ്രമത്തെയാണ്. എനിക്ക് തൊട്ടും മനസ്സിലായില്ല. സാക്ഷാത്കാരം ലഭിക്കുക, അതായത് ദൈവത്തിൻ്റെയോ ദേവതമാരുടെയോ ദർശനം ലഭിക്കുക എന്നത് ആത്മീയതയിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടാണല്ലോ ആളുകൾ കാണുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ബാബ അതിനെ ഒരു വലിയ ചതിക്കുഴിയായി, ഒരു ഭ്രമമായി കാണുന്നത്? വളരെ ആഴത്തിലുള്ള ഒരു മനഃശാസ്ത്രമാണ് ബാബ ഇവിടെ വിശദീകരിക്കുന്നത്. ഭക്തിമാർഗത്തിൽ സാക്ഷാത്കാരം വലിയൊരു കാര്യമായിരിക്കാം. എന്നാൽ ജ്ഞാനമാർഗത്തിൽ സ്വന്തം സ്വഭാവം മാറ്റുക എന്നതാണ് പ്രധാനം. പലപ്പോഴും ഈ സാക്ഷാത്കാരങ്ങൾ മായയുടെ പ്രവേശനമായിരിക്കാമെന്ന് ബാബ മുന്നറിയിപ്പ് നൽകുന്നു. ബാബ അതിനെ വിളിക്കുന്നത് ഭൂതത്തിന്റെ പ്രവേശനം എന്നാണ്. ഭൂതത്തിന്റെ പ്രവേശനമോ? സാക്ഷാത്കാരത്തെ എത്രത്തോളം കടുത്ത ഭാഷയിലാണോ വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണത്? കാരണം ചിലർ ധ്യാനത്തിലിരിക്കുമ്പോൾ അവർക്ക് ചില ദർശനങ്ങൾ ലഭിച്ചേക്കാം. ഉടനെ അവർ പറയും, ശിവബാബ എന്നിൽ പ്രവേശിച്ചു, എനിക്ക് സന്ദേശം നൽകിയെന്നൊക്കെ. ഇത് സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വലിയൊരു അഹങ്കാരം വളരും. താൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന്, തനിക്ക് പ്രത്യേക കഴിവുകളുണ്ടെന്ന മിഥ്യാധാരണ. ആ അഹങ്കാരം വരുന്നത് വലിയ ആപത്താണ്. അതെ, ഈ അഹങ്കാരം അവരെ യഥാർത്ഥ ആത്മീയ പുരോഗതിയിൽ നിന്നും വലിച്ചു താഴെയിടും. ബാബ കർശനമായി പറയുന്നു, ഇതൊന്നും ശിവബാബ പറയുന്നതല്ല, ഇതെല്ലാം ഭൂതത്തിന്റെ പ്രവേശനമാണ്. ഇത് നിങ്ങളുടെ ബുദ്ധിയെ 2 ലോകങ്ങളിൽ നിന്നും പറപ്പിച്ചു കളയും. അതായത് ഇതൊരു മരുപ്പച്ചയ്ക്ക് പിന്നാലെ പോകുന്നതുപോലെയാണ് അല്ലേ? താൽക്കാലികമായൊരു ആവേശം കിട്ടുമെങ്കിലും അതുകൊണ്ട് ആത്മാവിലെ പാപങ്ങൾ നശിക്കില്ല, സ്വഭാവത്തിലൊരു മാറ്റവും വരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ യോഗം ചെയ്യേണ്ടത്? ബാബയുടെ ശ്രീമതം അഥവാ ദൈവിക നിർദ്ദേശം എന്താണ്? ബാബയുടെ ശ്രീമതം വളരെ വ്യക്തവും ലളിതവുമാണ്. ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. അത് സാക്ഷാത്കാരത്തിൽ കാണുന്ന ദേവതകളായാലും ശരി. നിങ്ങളെ തന്നെ ഒരു പ്രകാശബിന്ദുവായ ആത്മാവായി മനസ്സിലാക്കി ശാന്തിധാമത്തിൽ ബിന്ദുരൂപനായ ബാബയെ മാത്രം ഓർമ്മിക്കുക. ബിന്ദുരൂപനായ ബാബയെ മാത്രം ഓർമ്മിക്കാം? അതെ, ആ പരമപിതാവുമായുള്ള ശാന്തമായ ഓർമ്മയിലൂടെ മാത്രമേ പാപങ്ങൾ നശിക്കൂ. ഞാൻ സാക്ഷാത്കാരം ചെയ്യുകയാണ് എന്ന ചിന്ത പോലും നിങ്ങൾക്ക് വരരുത് എന്ന് ബാബ ആവർത്തിച്ചു പറയുന്നു. വളരെ കൃത്യമായ ഒരു വിശദീകരണം. ആന്തരികമായ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഇതിലും വലിയൊരു ഉപദേശമില്ല. ഇനി ബാബ പറയുന്ന മറ്റൊരു രസകരമായ കാര്യത്തിലേക്ക് വരാം. ഇതൊരു അകലെയിരുന്നു കൊണ്ടുള്ള ബന്ധം, അതായത് വളരെ ലോങ് ഡിസ്റ്റൻസ് ആയ ഒരു ബന്ധം പോലെയാണ് എനിക്ക് തോന്നിയത്. ലോങ് ഡിസ്റ്റൻസ് ബന്ധമോ? അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഇതിന്റെ ആവശ്യമില്ല. എന്നാൽ നമുക്കിതിന്റെ ആവശ്യമുണ്ട്. ഈ കത്തെഴുതുക എന്നത് നമ്മുടെ മനസ്സിന്റെ ആന്തരിക സംവിധാനം നവീകരിക്കുന്നതുപോലെയാണ്. നിങ്ങളൊരു ലൗകിക അച്ഛനെക്കുറിച്ച് ചിന്തിക്കൂ. കുട്ടികൾ ഹോസ്റ്റലിലോ മറ്റോ പോയി പഠിക്കുമ്പോൾ അച്ഛന് കത്തെഴുതിയില്ലെങ്കിൽ അച്ഛൻ എത്രത്തോളം വിഷമമുണ്ടാകും, ഉറക്കം പോലും നഷ്ടപ്പെടും. അതെ, സാധാരണ അച്ഛന്മാർക്ക് അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഇത് പരിധിയില്ലാത്ത അച്ഛനല്ലേ? 1 മാസം കത്തയച്ചില്ലെങ്കിൽ കുട്ടികളെ മായ വിഴുങ്ങിയെന്നോ അവർക്ക് രോഗമാണെന്നോ ബാബ കരുതുമെന്ന് ബാബ വളരെ സ്നേഹത്തോടെ പറയുന്നു. അതായത് ബാബയ്ക്കെല്ലാം അറിയാമെങ്കിലും ആ ആശയവിനിമയം നിലനിർത്തുക എന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. നമ്മൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് സത്യസന്ധമായി ബാബയോട് പറയുമ്പോഴാണ് നമുക്ക് ആന്തരികമായ മാറ്റമുണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞു. സ്വന്തം കുറവുകളും പരാജയങ്ങളും ബാബയോട് തുറന്നു പറയാനുള്ളൊരു മാർഗമാണിത്. കൂടാതെ താൻ ചെയ്യുന്ന സേവനത്തിന്റെ വിവരങ്ങൾ ബാബയെ അറിയിക്കണമെന്നും ബാബ പറയുന്നു. ചിലപ്പോൾ നമ്മൾ ഈ ജ്ഞാനം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ട് അവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ആ പരാജയം പോലും ബാബയോട് പറയണം. പരാജയം പറയുമ്പോൾ ബാബ അതെങ്ങനെയാണ് സ്വീകരിക്കുക? ബാബ എന്താണ് ചെയ്യുക? അപ്പോഴാണ് ബാബ യഥാർത്ഥ അച്ഛനെപ്പോലെ, ഒരു വഴികാട്ടിയെപ്പോലെ പുതിയ യുക്തികൾ പറഞ്ഞു തരിക. ബാബ പറയും, കുട്ടി, ഇന്ന രീതിയിൽ അവരോട് സംസാരിച്ചു നോക്കൂ, അപ്പോൾ അവർക്ക് മനസ്സിലാകും എന്ന്. ഓ, അതൊരു വലിയ കാര്യമാണ്.
പിന്നെ ഇതില് ബാബ ബ്രാഹ്മണിമാരുടെ, അതായത് ഈ ആത്മീയ വഴിയിലേക്ക് പുതിയ ആളുകളെ കൊണ്ടുവരുന്നവരുടെയും ക്ലാസ് എടുക്കുന്നവരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചും ശക്തമായി പറയുന്നുണ്ട്. അതെന്താണങ്ങനെ? പുതിയ ആളുകളെ കൊണ്ടുവരുന്നത് നല്ല കാര്യമല്ലേ? തീർച്ചയായും നല്ല കാര്യമാണ്. എന്നാൽ വളരെ നിശ്ചയമുള്ളവരെ, താൽപ്പര്യമുള്ളവരെ മാത്രമേ ഈ വഴിയിലേക്ക് കൊണ്ടുവരാവൂ. വെറുതെ കുറേ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് അവർ പിന്നീട് ഈ വഴിയിൽ നിന്നും മാറിപ്പോയാൽ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ, അതിന്റെ ഉത്തരവാദിത്തം അവരെ കൊണ്ടുവന്നവർക്കു കൂടിയാണ്. അത് വളരെ ഗൗരവമുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടതില്ല. അർഹതയുള്ളവർക്ക് മാത്രം വഴി കാണിച്ചു കൊടുക്കുക. ശരി, നമ്മൾ ഈ മുരളിയിലെ ഒട്ടുമിക്ക ആശയങ്ങളിലൂടെയും വളരെ വിശദമായി തന്നെ കടന്നുപോയി. ഇന്ന് ബാബ പറയുന്ന ഓരോ കാര്യത്തിനും എത്രത്തോളം ആഴമുണ്ടെന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു. അതെ, ഓരോ വാക്കിലും വലിയ അർത്ഥങ്ങളുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ മുരളിയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലേക്ക്, അതായത് സാരം, വരദാനം, സ്ലോഡൻ, അവ്യക്ത സൂചന എന്നിവയിലേക്ക് വരാം. ഈ മുരളിയുടെ സാരം എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളുടെ ഒരു രത്നചുരുക്കമാണ് ഇന്നത്തെ സാരം. പ്രധാനമായും 2 കാര്യങ്ങളാണ് ബാബ ധാരണയ്ക്കുള്ള മുഖ്യസാരമായി പറയുന്നത്. ഒന്ന്, യാതൊരു കാരണവശാലും ദേഹധാരികളെ ഓർമ്മിക്കാതിരിക്കുക. മായ പല രൂപത്തിലും വരും, എന്നാൽ മായയെ ഭയക്കാതെ വിജയിയാകുക. ദേഹധാരികളെ ഓർമ്മിക്കരുത്. ശരി, രണ്ടാമത്തേതെന്താണ്? 2, ഭൂതത്തിന്റെ പ്രവേശനത്തിൽ നിന്നും, അതായത് സാക്ഷാത്കാരം പോലെയുള്ള ഭ്രമങ്ങളിൽ നിന്നും സ്വയത്തെ പൂർണ്ണമായും രക്ഷിച്ച് ബാബയ്ക്ക് സത്യമായ വാർത്തകൾ മാത്രം നൽകുക. അഹങ്കാരത്തിന് അടിമപ്പെടാതിരിക്കുക. വളരെ കൃത്യം. ഇനി ഇന്നത്തെ വരദാനം എന്താണെന്ന് നോക്കാം. ഇന്നത്തെ വരദാനം ഇതാണെന്ന് പറഞ്ഞുവന്ന് ഈ മുരളിയിലെ വരദാനമൊന്ന് വ്യക്തമാക്കാമോ? തീർച്ചയായും. ഇന്നത്തെ വരദാനം ഇതാണ്: ഓരോ കാര്യത്തിലും സാരത്തെ ഗ്രഹിച്ച് എല്ലാ രംഗത്തും കഴിവുള്ളവരായി മാറുന്ന, അതായത് സർവഗുണസമ്പന്നനായി മാറുന്ന സരള പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. സരള പുരുഷാർത്ഥി എന്നത് കേൾക്കാൻ നല്ലൊരു വാക്കാണ്. പക്ഷേ പ്രായോഗികമായി എന്താണതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആത്മീയ യാത്ര എളുപ്പമുള്ള ഒന്നാണോ? ആത്മീയ യാത്ര എളുപ്പമുള്ളതാകുന്നത് നമ്മുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചിരിക്കും. ബാബ പറയുന്നത് കാണുന്നതിലും കേൾക്കുന്നതിലും സംസാരിക്കുന്നതിലും സാരം മാത്രം ഉൾക്കൊള്ളുക എന്നാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ട് മനസ്സ് സങ്കീർണമാക്കരുത്. അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കുക. അതെ, ഒരു കാര്യത്തിലും നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകരുത്. എനിക്കിത് സാധിക്കില്ല, ഇത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ഒരിക്കലും പറയരുത്. സരള പുരുഷാർത്ഥി എന്നാൽ യാതൊരുവിധ മാനസിക സങ്കീർണതകളുമില്ലാതെ ബാബ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് എളുപ്പത്തിൽ മുന്നേറുന്നവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ എല്ലാ രംഗത്തും ശോഭിക്കുന്നവർ. മനസ്സിലായി. ഇനി ഇന്നത്തെ സ്ലോഗൻ എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്നത്തെ സ്ലോഗന് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തിയുണ്ട്. സ്ലോഗൻ ഇതാണ്: സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതിന്റെ പ്രഭാവത്തിൽ നിന്ന് വേറിട്ടും ബാബയുടെ പ്രിയപ്പെട്ടവരുമാകൂ. അതായത് നമുക്ക് ചുറ്റുമുള്ള ഭൗതിക സൗകര്യങ്ങളെക്കുറിച്ചാണ് ബാബ പറയുന്നതല്ലേ? ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കണമെന്നാണോ? ഒരിക്കലുമല്ല. അതാണ് ബാബയുടെ ജ്ഞാനത്തിന്റെ പ്രായോഗികത. ഈ ആധുനിക സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സേവനത്തിനും ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാം. പക്ഷേ അതിലേക്ക് മനസ്സ് ഉടക്കിപ്പോകരുത്. അതായത് അതിന്റെ അടിമയാകരുത്. അതെ, നിങ്ങൾ അതിന്റെ അടിമയാകരുത്. അതില്ലെങ്കിലും എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയും എന്നൊരു മാനസികാവസ്ഥ, ആ വേർപെട്ട അവസ്ഥയിലായിരിക്കണം നാം ജീവിക്കേണ്ടത് എന്നാണ് സ്ലോഗൻ പറയുന്നത്. വളരെ പ്രായോഗികമായ ഉപദേശം. ഇനി അവസാനമായി നമ്മുടെ ആന്തരിക അവസ്ഥയെ ഒന്നുകൂടി ഉയർത്താൻ ബാബ നൽകുന്ന ഇന്നത്തെ അവ്യക്ത സൂചന എന്താണ്? അവ്യക്ത സൂചന വളരെ ആഴത്തിലുള്ള ഒന്നാണ്. ബാബ പറയുന്നു, സദാ അചഞ്ചലവും ദൃഢവുമായ ഏകരസസ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾ ഒഴിവാക്കി വ്യർത്ഥസങ്കല്പങ്ങൾ ഇല്ലാതാക്കി സമ്പൂർണത നേടാനാണ് ബാബ നൽകുന്ന സൂചന. ഈ ഏകരസസ്ഥിതി എന്ന വാക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ? ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഉദാഹരണത്തിന് ജോലി പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അപമാനിക്കുകയോ ചെയ്യുമ്പോൾ, ഈ ഏകരസസ്ഥിതിയിലുള്ള ഒരാളുടെ മനസ്സ് എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? വളരെ നല്ലൊരു ചോദ്യമാണത്. സാധാരണ ഒരാളാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ തളർന്നുപോകും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, ഇവർ എന്തിനിങ്ങനെ ചെയ്തു എന്ന് നിരന്തരം ചിന്തിച്ച് മനസ്സിന്റെ ഊർജ്ജം മുഴുവൻ വ്യർത്ഥമാക്കും. അതെ, നമ്മളൊക്കെ മിക്കവാറും അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. എന്നാൽ ഏകരസസ്ഥിതിയിലുള്ള ഒരാൾ ഇതൊരു നാടകമാണെന്നും
ഓരോരുത്തരും അവരുടേതായ റോൾ ചെയ്യുകയാണെന്നും മനസ്സിലാക്കും. ലാഭത്തിലായാലും നഷ്ടത്തിലായാലും സ്തുതിയിലായാലും നിന്ദയിലായാലും അവരുടെ മനസ്സ് ഒരേപോലെ ശാന്തമായിരിക്കും. എല്ലാം സമർപ്പിക്കുന്ന അവസ്ഥ. അതെ, അവർ ആ സാഹചര്യത്തെ ബാബയുടെ മുന്നിൽ സമർപ്പിച്ച് സമാധാനത്തോടെയിരിക്കും. അതാണ് അചഞ്ചലമായ അവസ്ഥ. അവിശ്വസനീയമായൊരു മാനസികാവസ്ഥയാണത്. വളരെ നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ ഒന്നുകൂടി ചുരുക്കി പറയാം. ഒരു പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് മാറുന്നതുപോലെ ഈ പഴയ ലോകത്തു നിന്നും മനസ്സ് മാറ്റി ആത്മീയ ലഹരിയിൽ ദിവസം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ നാം പഠിച്ചു. അതെ, അതാണ് അടിസ്ഥാനം. പിന്നെ സംഗമയുഗത്തിലെ നമ്മുടെ 3 അച്ഛന്മാരെ തിരിച്ചറിയുകയും സദ്ഗതിക്കായി ശിവബാബയെ മാത്രം ഓർമ്മിക്കുകയും ചെയ്യേണ്ടതിന്റെ പൊരുൾ നാം മനസ്സിലാക്കി. സാക്ഷാത്കാരങ്ങളെന്ന ഭൂതത്തിന്റെ പ്രവേശനത്തിൽപ്പെട്ട് അഹങ്കാരിയാകാതെ സ്വയത്തെ രക്ഷിക്കാൻ ബാബ നൽകിയ കർശനമായ മുന്നറിയിപ്പ് നാം ഓർത്തു. ശരിയാണ്. കൂടാതെ ബാബയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുക, സത്യസന്ധമായി കത്തുകൾ എഴുതുക, അവസാനമായി എല്ലാ ഭൗതിക സൗകര്യങ്ങൾക്കും നടുവിൽ ഇരിക്കുമ്പോഴും അചഞ്ചലമായ ഏകരസസ്ഥിതി നിലനിർത്തുക. ഇതൊക്കെയാണല്ലോ ഇന്നത്തെ പ്രധാന പോയിന്റുകൾ. വളരെ കൃത്യമായ സംഗ്രഹം. ഇതിലെ ഓരോ പോയിന്റും നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ വേണ്ടിയുള്ളതാണ്. ഈ ജ്ഞാനം കേവലം കേൾക്കാനുള്ളതല്ല, ഓരോ നിമിഷവും ശ്വസിക്കാനുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ നിങ്ങളോട്, അതായത് ഈ ചർച്ച കേൾക്കുന്ന ഓരോരുത്തരോടും നേരിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരുടെ സ്വഭാവങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് എന്ന് ചോദിച്ച് നിങ്ങളുടെ വിലപ്പെട്ട ഊർജം പാഴാക്കുന്നത് നിങ്ങൾ പൂർണ്ണമായും നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് എത്രത്തോളം ആന്തരിക ശാന്തിയും ഏകരസസ്ഥിതിയും ലഭിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതൊരു വലിയ മാറ്റമായിരിക്കും. അതെ. അങ്ങനെയൊരു ശാന്തമായ അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ ഇന്നത്തെ ഈ ചിന്തകൾ നിങ്ങൾക്ക് പ്രേരണയാകട്ടെ. ആ ഒരു സമാധാനത്തോടെ നമുക്കിന്നത്തെ ചർച്ച അവസാനിപ്പിക്കാം. ഓം ശാന്തി. ഓം ശാന്തി.